ഹായ് ഗായ്സ്, അപ്പം ഇന്നൊരു ഡേ ഔട്ട് വ്ളോഗാണ്. കോളേജിലെ ആർട്സും സ്പോർട്സും ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കോളേജിൽ കയറാതെ നേരെ പടത്തിന് പോയി. 11:30 ഷോക്ക് ഞങ്ങൾ 10 മണിക്ക് വന്നിരിക്കൽ തുടങ്ങിയേക്കണേ. അങ്ങനെ 2 ചിപ്സ് മേടിച്ച് നേരെ തിയേറ്ററിനുള്ളിൽ കയറി. ഞങ്ങൾ പോയത് ആസിഫ് അലിയുടെ രേഖാചിത്രം എന്ന പടത്തിനായിരുന്നു. ഞങ്ങൾ മേടിച്ച ചിപ്സും ഡ്രിങ്കും ഒക്കെ ഞങ്ങൾ പടം തുടങ്ങണേ മുന്നേ ഞങ്ങൾ തിന്ന് തീർക്കും. ഈ ഫിലിം ഞാൻ ഒരുപാട് റിവ്യൂ കേട്ടിട്ട് വന്ന് കണ്ട ഫിലിമാണിത്. അങ്ങനെ ഇന്റർവെല്ലായപ്പോൾ ഞങ്ങൾ പുറത്ത് വന്ന് കോഫി കുടിച്ച് അങ്ങനെ പടം കഴിഞ്ഞ് ഇറങ്ങി. പടം അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. തീരെ ബോറടിപ്പിക്കാതെ ഇങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ ഈ പടത്തിന് റേറ്റിംഗ് ഒരു 10 ഇട്ട് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഭാരതപ്പുഴയുടെ ബ്യൂട്ടി കാണാൻ വേണ്ടിയിട്ട് തിരുനാവായ പോയി. ഇവിടെ വന്നിരുന്ന ഭാരതപ്പുഴയുടെ അടിപൊളി വ്യൂ നമുക്ക് കാണാം. ഭയങ്കര കാമാക്കണ ഒരു ഫീലിംഗ് ആണ് ഇവിടെ വന്നിരിക്കുമ്പോൾ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിരിക്കണോണ്ട് ഈ കടയിലെ കാക്ക ഭയങ്കര കമ്പനിയാണ്. ഈ കാക്കനെ നന്നായിട്ട് അറിയാം ഞങ്ങൾക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സ്റ്റുഡിയോ പോയി. ഡ്രസ്സ് എടുക്കാൻ വന്നതാണെങ്കിൽ എൻ്റെ കണ്ണു പോയത് നേരെ ലിപ്സ്റ്റിക്കിലേക്കാണ്. അങ്ങനെ പോയി നോക്കിയപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പക്ഷേ ഒന്നും എനിക്ക് അത്ര കണ്ട് ഇഷ്ടമായില്ല. ഞാൻ കുറേ ടെസ്റ്റ് ചെയ്ത്. അപ്പം ഞാൻ കണ്ട കാര്യമാണ് നമ്മൾ ട്രൈയിങ്ങിനായിട്ട് വെച്ച പല ലിപ്സ്റ്റിക്കും തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ നോക്കി പിന്നെ നേരെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. ഞാൻ കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു ടോപ്പ് പോലുള്ള ഐറ്റംസാണ് നോക്കിയിരുന്നത്. അങ്ങനെ ഞാൻ 3 ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് കൂടുതൽ ഇഷ്ടമായത് രണ്ടാമത്തെ ഡ്രസ്സായിരുന്നു. ഈ പച്ച എനിക്ക് അടിപൊളി, എനിക്ക് ഭയങ്കര സ്യൂട്ടായി തോന്നി. ഈ ലാസ്റ്റ് ട്രൈ ചെയ്ത വൈറ്റ് ഡ്രസ്സ് ഇട്ടപ്പോൾ എനിക്ക് മാക്സി ഇട്ട പോലെ ഒരു ഫീൽ ആയിരുന്നു. അങ്ങനെ അത് ഈ പച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കണ്ടു വെച്ചതുണ്ട് അവിടെ നിന്ന്. അങ്ങനെ ഉച്ചക്കൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല രീതിക്ക് വിശക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് ഒരു കഫേ കയറി. അവിടെ കയറിയപ്പോൾ തന്നെ എൻ്റെ കണ്ണു പോയത് നേരെ ഡ്രീം കേക്കാണ്. ഞാൻ ഇതുവരെ ഡ്രീം കേക്ക് കഴിച്ചിട്ട്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്താന്ന് പറഞ്ഞാൽ അത്ര ഹൈപ്പ് എടുത്ത പോലെ ഒന്നും എനിക്കത് തോന്നിയില്ല. കുറേ തിന്നപ്പോൾ എനിക്ക് മത്തായി. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കോഫി കുടിച്ചപ്പോൾ ഒക്കെപ്പാടെ എന്തൊക്കെയോ പോലെ മധുരമൊക്കെപ്പാടെ ചേർന്നിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു മൊയ്ത്ത് കുടിച്ച്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബായ്.